നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ജന്മനക്ഷത്ര ദിവസം നാം എന്തൊക്കെ കാര്യങ്ങൾ അനുഷ്ഠിക്കണം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഒരു വ്യക്തി ജനിക്കുന്ന സമയത്തെ നക്ഷത്രമാണ് ആ വ്യക്തിയുടെ ജന്മനക്ഷത്രം. 360 ഡിഗ്രി വരുന്ന രാശിചക്രത്തെ 27ആയി വിഭജിച്ചാൽ ഒരു ഭാഗമാണ് ഒരു നക്ഷത്രം. ഓരോ രാശിയിലൂടെയും ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ അതാത് രാശിക്ക് പറഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങൾ ഉദിക്കുന്നു. ഒരു ദിവസം ഒരു നക്ഷത്രം എന്ന ക്രമത്തിൽ 27 ദിവസം കൊണ്ട് 27 നക്ഷത്രങ്ങളിലൂടെയും ചന്ദ്രൻ സഞ്ചരിക്കുന്നു. അങ്ങനെ 27 ദിവസത്തിലൊരിക്കൽ ഒരു വ്യക്തിയുടെ നക്ഷത്രത്തിൽ കൂടി ചന്ദ്രൻ സഞ്ചരിക്കുന്നു. ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും ഭാരതീയ ജ്യോതിഷത്തിൽ അതീവ പ്രാധാന്യമാണുള്ളത്. ഒരു വ്യക്തിയുടെ ദശാനിർണയം ഇവയെ അടിസ്ഥാനമാക്കിയാണ്. ജനന സമയത്തെ നക്ഷത്ര ചന്ദ്ര സ്വഭാവം അനുസരിച്ചാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാനസികവും ശാരീരികവുമായ തലങ്ങൾ, യോഗങ്ങൾ, ഭാഗ്യം, നിർഭാഗ്യങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രധാനമായും രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ടുതന്നെ താൻ ജനിച്ച നക്ഷത്രമേഖലയിൽ ചന്ദ്രൻ വീണ്ടും എത്തുന്ന ജന്മനക്ഷത്ര ദിവസത്തിന് അനുഷ്ഠാനപരമായും ഗ്രഹദോഷ പരിഹാര കർമ്മങ്ങളുടെയും മേഖലയിലും അതിയായ പ്രാധാന്യമുണ്ട്. ദശാകാലത്തിൻ്റെ അടിസ്ഥാനം തന്നെ നക്ഷത്രവും ചന്ദ്രനുമാണെന്നിരിക്കെ വ്യക്തി ജനിച്ച നക്ഷത്രമേഖലയിൽ ചന്ദ്രൻ എത്തുന്ന ദിവസത്തെ ഊർജ സ്വഭാവത്തിന് ആ വ്യക്തിയുമായി താരതമ്യം കാണുമെന്ന് യുക്തിസഹമാണ്. അതുകൊണ്ട് തന്നെ ആ ദിനത്തിൽ പ്രസ്തുത വ്യക്തി അനുഷ്ഠിക്കുന്ന ഗ്രഹദോഷ പരിഹാര കർമ്മങ്ങൾക്ക് കൂടുതൽ ഫലദാനശേഷി കൈവരുന്നു. മാസം തോറും വരുന്ന ജന്മനക്ഷത്രത്തിൽ ശാന്തികർമ്മങ്ങളും പൗഷ്ടിക കർമ്മങ്ങളും ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇതുതന്നെ. ആട്ടപ്പിറവികളാകട്ടെ ജനിച്ച നക്ഷത്രത്തിൽ ചന്ദ്രൻ എത്തുന്ന ദിവസത്തോടൊപ്പം സൂര്യൻ ജനന സമയത്തെ സൂര്യസ്ഥിത രാശിയിൽ തന്നെ വീണ്ടും എത്തുന്ന ദിവസവുമാണ്. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ പ്രാധാന്യം നാം കൽപ്പിക്കുന്നു. ഇങ്ങനെ 60 വർഷം കഴിയുമ്പോൾ ഏറെക്കുറെ എല്ലാ ഗ്രഹങ്ങളും വ്യക്തിയുടെ ജനന സമയത്തെ ഗ്രഹനിലയിൽ എത്തുന്നു. അതാണ് ഷഷ്ടിപൂർത്തിയുടെ പ്രാധാന്യം. ഇത്തരത്തിൽ ചിന്തിച്ചാൽ മാസം തോറുമുള്ള ജന്മനക്ഷത്രത്തിന് അനുഷ്ഠാനപരമായി നാം പ്രാധാന്യം കൽപ്പിക്കേണ്ടതാകുന്നു. ആട്ടപ്പിറന്നാളിന് സവിശേഷമായ പ്രാധാന്യവും കൽപ്പിക്കേണ്ടതുണ്ട്. പതിവായി ജന്മനക്ഷത്രം തോറും വിധിപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾ നടത്തിക്കൊണ്ടുപോയാൽ അത് ഗ്രഹപ്പിഴകൾ ബാധിക്കാതിരിക്കുവാനുള്ള ഏറ്റവും നല്ല കർമ്മം തന്നെയാണ്. സാമാന്യമായ രീതിയിൽ ഗണപതി ഹോമവും ഭഗവതി സേവ എന്നിവ ജന്മനാൾ തോറും നടത്തുന്നത് കൊണ്ടുതന്നെ പൊതുവായ ദോഷങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ്. ദശാകാല ദോഷങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതിനു പരിഹാരമായ കർമ്മങ്ങളും ഗണപതി ഹോമം, ഭഗവതി സേവ എന്നിവയോടൊപ്പം നടത്താം. ദശാനാഥനായ ഗ്രഹത്തിനുള്ള പൂജ കൂടി ജന്മനാൾ തോറും നടത്തുന്നതും ഉത്തമം തന്നെ. ജന്മനക്ഷത്ര ദിവസം അതിരാവിലെ ഉണരുക, പ്രഭാത സ്നാനം, സാത്വിക ജീവിത രീതി, അഹിംസ, വ്രതശുദ്ധി തുടങ്ങിയവ ശീലിക്കേണ്ടതാണ്. എണ്ണ തേച്ച് കുളി, ക്ഷൗരം, യാത്രാരംഭം, വിവാഹം, ശസ്ത്രക്രിയ, ഉപനയനം, സീമന്തം, പ്രേതക്രിയകൾ, സാഹസകർമ്മങ്ങൾ, യുദ്ധം, മാംസമദ്യാദി സേവ, ഔഷധസേവ തുടങ്ങിയവയൊന്നും ജന്മനക്ഷത്ര ദിവസം പാടില്ല എന്നാണ് വിധി. ക്ഷേത്രദർശനം, പുണ്യകർമ്മങ്ങൾ, പൂജാതി കാര്യങ്ങൾ, പുത്തരിയൂണ് തുടങ്ങിയവ ജന്മനക്ഷത്രത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഗ്രഹപ്പിഴക്കാലങ്ങളിൽ ജന്മനക്ഷത്രം തോറും വ്രതശുദ്ധിയോടെയും സാത്വിക ജീവിതത്തോടുകൂടിയും കഴിയുന്നത് വളരെ ഉത്തമമാകുന്നു. ആണ്ടുപിറന്നാളിന് സവിശേഷ പ്രാധാന്യത്തോടെ ഗണപതി ഹോമം, ഭഗവതി സേവ, വിഷ്ണുപൂജ തുടങ്ങിയവ നടത്തുന്നത് ദോഷശാന്തിക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനും ഉത്തമമാണ്. ജാതകൻ വിദ്യാർത്ഥിയാണെങ്കിൽ ആണ്ടുപിറന്നാളിന് സരസ്വതി പൂജയോ വിദ്യാരാജഗോപാല മന്ത്രാർച്ചനയോ നടത്താം.
ജാതകത്തിൽ ആയുർദോഷമുള്ളവരും മറ്റ് ഗൃഹപ്പിഴകളുള്ളവരും ആണ്ടുപിറന്നാൾ തോറും മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് അതീവ ഫലപ്രദമാണ്. അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നതോ മാരകത്വമോ ഉള്ളതായ ഗ്രഹങ്ങളുടെ ദശാകാലമാണെങ്കിൽ ആണ്ടുപിറന്നാളിനെങ്കിലും മൃത്യുഞ്ജയ ഹോമം പതിവായി ചെയ്യേണ്ടതാണ്. ആണ്ടുപിറന്നാളിന് ദാനം ഒരു പ്രധാന കർമ്മമാണ്. അന്നദാനം തന്നെ ഏറ്റവും വിശിഷ്ടം. അർഹതയുള്ളവർക്കേ ദാനം കൊടുക്കാവൂ എന്നുണ്ട്. എന്നാൽ അന്നദാനമാകട്ടെ സകല മനുഷ്യർക്കും പക്ഷി മൃഗാദികൾക്കും നൽകാം. ദശാനാഥന് വിധിച്ചിട്ടുള്ള വസ്തുക്കൾ, വസ്ത്രം തുടങ്ങിയവയും ഈ ദിവസം വിധിപ്രകാരം ദാനം ചെയ്യുന്നത് ഉത്തമം. ഏതു വ്യക്തിയുടെയും ദശാസന്ധി കാലത്ത് അപകടങ്ങളോ അശുഭഫലങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഒരു ദശാകാലം തുടങ്ങുന്നതിന് 6 മാസം മുൻപ് മുതൽ തുടങ്ങി 6 മാസക്കാലം വരെയുള്ള ഒരു വർഷം ശ്രദ്ധാപൂർവമുള്ള ജീവിതം, ഈശ്വരഭജനം എന്നിവ ആവശ്യമാണ്. ഇക്കാലത്ത് വരുന്ന ജന്മനക്ഷത്രങ്ങളിൽ അതാത് ദശാനാഥന്മാരെ പൂജിക്കുന്നത് നന്നായിരിക്കും. ഈ ഒരു വർഷക്കാലത്ത് വരുന്ന ആട്ടപ്പിറന്നാൾ നാളുകളിലും ഗണപതി ഹോമം, ഭഗവതി സേവ, ദശാനാഥന് പൂജ തുടങ്ങിയവ സവിശേഷ പ്രാധാന്യത്തോടെ നടത്തേണ്ടതാണ്. മാരകത്വം, അഷ്ടമബന്ധം, അശുഭത്വങ്ങൾ എന്നിവയുള്ള ദശാകാലങ്ങളുടെ സന്ധിയാണെങ്കിൽ ഇക്കാലത്ത് ജന്മനക്ഷത്രത്തിൽ മൃത്യുഞ്ജയ ഹോമവും നടത്തേണ്ടത് ആവശ്യം. ദശാനാഥൻ്റെ ആഴ്ച ദിവസവും ജന്മനക്ഷത്ര ദിവസവും ചേർന്നു വരുന്ന ദിവസത്തിന് അനുഷ്ഠാനപരമായി കൂടുതൽ പ്രാധാന്യമുണ്ട്. ശനിദശാകാലത്ത് ഒരു വ്യക്തിയുടെ പിറന്നാൾ ശനിയാഴ്ച വന്നാൽ ആ ദിവസം അനുഷ്ഠിക്കുന്ന ഗ്രഹശാന്തി കർമ്മങ്ങൾക്ക് കൂടുതൽ ഫലദാനശേഷി ഉണ്ടായിരിക്കും. ഉദയസമയം മുതൽ 6 നാഴികയെങ്കിലും നക്ഷത്രമുള്ള ദിവസമാണ് ജന്മനക്ഷത്രമായി കണക്കാക്കുക. ജന്മനക്ഷത്രം 6 നാഴികയിൽ കുറവാണെങ്കിൽ തലേ ദിവസം ജന്മനാളായി എടുക്കണം. ഓരോ ആഴ്ച ദിവസങ്ങളിൽ പിറന്നാൾ വന്നാൽ അതിന് പ്രത്യേക ഫലം പറയുന്നുണ്ട്. ഞായറാഴ്ച ദൂരയാത്രയാകുന്നു. തിങ്കളാഴ്ച മൃഷ്ടാന ലാഭം, ചൊവ്വാഴ്ച മഹാവ്യാധി, ബുധനാഴ്ച വിദ്യാലാഭം, വ്യാഴാഴ്ച വിശേഷ വസ്ത്രലാഭം, വെള്ളിയാഴ്ച സൗഭാഗ്യം, ശനിയാഴ്ച മാതാപിതാക്കൾക്ക് അരിഷ്ടത. ഇതിൽ ദോഷഫലങ്ങൾ പരിഹരിക്കുന്നതിനായി പിറന്നാൾ ദിവസം ആഴ്ചയുടെ അധിപനായ ഗ്രഹങ്ങളെ കൂടി പൂജിക്കുക. ഞായറാണെങ്കിൽ സൂര്യനെയും, തിങ്കളാണെങ്കിൽ ചന്ദ്രനെയും, ചൊവ്വയാണെങ്കിൽ കുജനെയും, ബുധനാണെങ്കിൽ ബുധനെയും, വ്യാഴമാണെങ്കിൽ ഗുരുവിനെയും, വെള്ളിയാണെങ്കിൽ ശുക്രനെയും, ശനിയാണെങ്കിൽ ശനിയെയും പൂജിക്കുന്നത് ഉത്തമമാകുന്നു. ജന്മനക്ഷത്ര ദിവസം നക്ഷത്രത്തിൻ്റെ മൃഗം, പക്ഷി എന്നിവയ്ക്ക് ആഹാരം കൊടുക്കുന്നതും വൃക്ഷം നട്ടു വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നതും ഐശ്വര്യവും ആയുസ്സും കൈവരുന്നതിന് ഫലപ്രദം. ഈ ദിവസം നക്ഷത്രാധിപനെ ഭജിക്കുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ്. ജന്മനക്ഷത്രത്തിൻ്റെ 10ാം നക്ഷത്രം, 19ാം നക്ഷത്രം എന്നിവയാണ് അനുജന്മ നക്ഷത്രങ്ങൾ. ജന്മനക്ഷത്രം പോലെ തന്നെ ഇവയിലും ദേവതാഭജനം നടത്തുന്നത് ഫലപ്രദമാണ്. കുടുംബാംഗങ്ങളുടെയെല്ലാം മാസം തോറുമുള്ള ജന്മനക്ഷത്രത്തിൽ ഗൃഹത്തിൽ പരിശുദ്ധി പാലിക്കുക. ആ ദിനത്തിൽ കുടുംബത്തിൽ വരുന്ന അതിഥികളെ യഥാവിധി സൽക്കരിക്കുക, ഈശ്വരഭജനം നടത്തുക, അന്നദാനം നടത്തുക എന്നിവ മൂലം കുടുംബത്തിൽ ഐശ്വര്യം പുലരുന്നു.